ബഹുമാന്യ സദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ലഹരി വിമുക്ത കേരളം എന്ന വിഷയത്തെക്കുറിച്ച് എന്റെ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ്. എത്ര മനോഹരമാണ് നമ്മുടെ കൊച്ചു കേരളം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം. അതെ, പലതുകൊണ്ടും നമ്മുടെ രാജ്യത്തിന് മാതൃകകൾ സമ്മാനിച്ച ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്നൊരു വലിയ വിപത്തിനെ അഭിമുഖീകരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗം തന്നെ. കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടും സർക്കാർ സംവിധാനങ്ങൾ ആവും വിധം പരിശ്രമിച്ചിട്ടും ലഹരി മരുന്നുകളുടെ വ്യാപനം കേരളത്തിൽ അതിഭീകരമായി വർദ്ധിച്ചു വരികയാണ്. കാലം മാറിയപ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളുടെ സ്വഭാവവും മാറി. പരമ്പരാഗത ലഹരി വസ്തുക്കളുടെ സ്ഥാനത്ത് ഏറ്റവും അപകടകാരികളായ രാസലഹരി വസ്തുക്കൾ ഇന്ന് അനിയന്ത്രിതമായി കടത്തപ്പെടുകയും വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കണ്ടെത്താനോ തിരിച്ചറിയാനോ ഏറെക്കുറെ അസാധ്യമായ രീതിയിലാണ് ഈ ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതും ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിക്കുന്നതും. പരമ്പരാഗത ലഹരി വസ്തുക്കളെ അപേക്ഷിച്ച് ഉപയോഗിക്കുന്നവരെ അതിവേഗം അടിമകളാക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നവയാണ് ഇത്തരം രാസലഹരി വസ്തുക്കൾ. പ്രധാനമായും കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് ഇവയെല്ലാം എത്തിക്കുന്നത്. ലഹരി വ്യാപനത്തിന്റെ ഫലം കുറേയധികം പേർ അതിന് അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നു എന്നത് മാത്രമാണെന്ന് കരുതരുത്. ലഹരിക്കടത്തും വിൽപ്പനയും ഉപയോഗവുമെല്ലാം പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ലഹരിക്കടിമപ്പെട്ടവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഭീതിതമാണ്. അതിനായി പണം കണ്ടെത്താൻ പലരും തിരഞ്ഞെടുക്കുന്ന വഴികൾ ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ എത്തിക്കും. നിരപരാധികളാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഇരകളാകുന്നത്. വലിയ തോതിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ലഹരിക്കടത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം നമുക്കെങ്ങനെ നേടിയെടുക്കാം? ലഹരി സംഘങ്ങളെ നേരിടാൻ സർക്കാരിനും അവരുടെ ഏജൻസികൾക്കുമാണ് കഴിയുക. അവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ജാഗ്രതയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്ന ലഹരിക്കരങ്ങൾ എവിടെയും ഉണ്ടാകാം. അവരുടെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അരികിൽ, അവരുടെ ഹോസ്റ്റലുകളിൽ, എന്തിനേറെ അവർ സ്ഥിരമായി പോകുന്ന വാഹനങ്ങളിലോ കടകളിലോ ഒക്കെ ആ സാന്നിധ്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി എല്ലായ്പ്പോഴും തുറന്ന ആശയവിനിമയം ഉണ്ടാവുകയും കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ അവർക്ക് സമയവും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ലഹരി എന്ന മഹാവിപത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ ജൂൺ 26-ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ 2024 പ്രമേയം തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. പ്രതിരോധത്തിന് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള സമീപനം സ്വീകരിക്കാൻ സമൂഹത്തോടും നയരൂപീകരണക്കാരോടും ഈ വർഷത്തെ പ്രമേയം ആഹ്വാനം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിന്റെ എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന ലഹരി വിമുക്തി പോലുള്ള പദ്ധതികൾ ലഹരി മരുന്നിന് അടിമകളായവർക്കും അതിന്റെ വലയിൽ പെട്ടുപോയവർക്കും പിന്തുണയും സഹായവും നൽകുന്നവയാണ്. ലഹരി മരുന്നുകൾ ഒഴിവാക്കി പ്രതീക്ഷകളുടെ ആരോഗ്യകരമായ ഒരു പുതുലഹരി കല, സാഹിത്യം, സിനിമ, യാത്ര എന്നിവയിലൂടെ കണ്ടെത്തുക എന്ന ആശയം മുന്നോട്ട് വെച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന ലഹരി വിരുദ്ധ അവബോധ പദ്ധതിയാണ് പുതുലഹരിയിലേക്ക്. ലഹരി വിമുക്ത കേരളം എന്നത് ഒരു മുദ്രാവാക്യം മാത്രമായി ഒതുങ്ങരുത്. അത് നമ്മുടെ സന്തോഷത്തിന്റെയും നിലനിൽപ്പിന്റെയും അടിത്തറയായി മാറണം. ഓർക്കുക, ലഹരിയുടെ ലോകം ഇരുളടഞ്ഞതാണ്. നമുക്ക് നന്മയുടെ ലോകത്തേക്ക് ഉയരാം. നന്ദി, നമസ്കാരം.
നമസ്കാരം.